തിരുവനന്തപുരം നെടുമങ്ങാട് ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് പുറത്തിറങ്ങിയ ആളെ പിന്തുടർന്ന 4-അംഗ സംഘം 1 ലക്ഷം രൂപ കവർന്നതായി പരാതി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 26-ന്. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം പള്ളിയിൽ അടക്കണമെന്നാവശ്യപ്പെട്ട് മകൾ ആശ ലോറൻസ് നൽകിയ ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ച പരിഗണിക്കാൻ മാറ്റി. മറ്റ് മക്കളായ സജീവനും സുജയ്ക്കും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം അനുവദിച്ചു. മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാഫ് യൂണിയൻ കലാ സാംസ്കാരിക വിഭാഗം ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 111 വിജയികൾക്ക് സ്വർണ്ണ നാണയം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. കടകംപള്ളി സുരേന്ദ്രൻ MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊപ്പം വളാഞ്ചേരി പാതയിൽ പാചകവാതക ലോറി മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ലോറി. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാതല പട്ടയമേള നെയ്യാറ്റിൻകരയിൽ നടന്നു. മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. 332 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ ജനകീയ അദാലത്ത് നടന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് പൊന്നാനി ചെറുവൈക്കര സ്വദേശി അജിത്. അന്ത്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തൃശൂർ ചാലക്കുടി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള കരാട്ടെ കുംഫു കളർ ബെൽറ്റ് മത്സരം സംഘടിപ്പിച്ചു. M. അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീതിയും അർപ്പണബോധവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ തിരുവനന്തപുരം ആര്യനാട്ടെ ലോ കോളേജിന് കഴിയുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നെയ്യാറ്റിൻകര രൂപതയുടെ സിൽവർ ജൂബിലി സാക്ഷാത്കാരമായ ലോ കോളേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോളേജിന്റെ ആശീർവാദം നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ നിർവഹിച്ചു. കൊല്ലം കടക്കലിൽ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചീങ്ങേലിയിലെ ട്യൂഷൻ സ്ഥാപനത്തിൽ പോയ വിദ്യാർത്ഥി തിരികെ വീട്ടിലെത്തിയില്ലെന്ന് കുടുംബം. പരാതിയിൽ കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ചേർപ്പതി യൂണിയൻ ക്ലബ് ആൻഡ് ലൈബ്രറി പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചടങ്ങ് നാട്ടിക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എറിയാട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തീരദേശ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ എളവള്ളി പഞ്ചായത്തിലെ കർഷകർക്ക് സൗജന്യ നെൽവിത്ത് വിതരണം ചെയ്തത് ഉമൈനത്തിൽപ്പെട്ട നെൽവിത്ത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിക്കായി നീക്കിവെച്ചത് 8 ലക്ഷം രൂപ. തൃശൂർ കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് SNVUP സ്കൂൾ PTA നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. കൊടുങ്ങല്ലൂർ തഹസിൽദാർ K. രേവ സ്കൂൾ തുക ഏറ്റുവാങ്ങി. സ്കൂൾ കലോത്സവം വിപുലമായി ആഘോഷിച്ച് എറിയാട് KVHSS GLP സ്കൂൾ. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.